Hello, my dear students. Welcome back to our class. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതും യൂണിവേഴ്സിറ്റി ഓഫ് കേരള സെമസ്റ്റർ 2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഇക്കോസ്കേപ്സ് എന്ന് പറയുന്ന ടെക്സ്റ്റിലെ 3 ടേംസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്ന ടേമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ എന്താണ് ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ടേം ഫുഡ് വെബ് ആണ്. ഫുഡ് വെബ് അല്ലെങ്കിൽ ഫുഡ് സൈക്കിൾ നമുക്കിതിനെ വിളിക്കാം. ഇതൊരു നാച്ചുറൽ ഇൻ്റർ കണക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഇൻ്റർ കണക്ഷൻ ഓഫ് ഫുഡ് ചെയിൻസ്. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ഇപ്പം ഗ്രാസ് കഴിക്കുന്ന കുറേ ആനിമൽസ് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള പ്ലാന്റ്സിനെ കഴിച്ച് ജീവിക്കുന്ന കുറേ ആനിമൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ പ്ലാന്റ്സ് കഴിച്ച് ജീവിക്കുന്ന ആനിമൽസിനെ കഴിക്കുന്ന വേറെ ഒരു അടുത്ത സ്പീഷീസ് ഓഫ് പ്രെഡേറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു നാച്ചുറൽ ഇൻ്റർ കണക്ഷൻ ഓഫ് ഫുഡ് ചെയിൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് വെബ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഓട്ടോട്രോപ്സ് ആണ്, രണ്ടാമത്തെ ഹെറ്ററോട്രോപ്സ് ആണ്. അപ്പം ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ അവർ പ്രൊഡ്യൂസേഴ്സ് ആണ്, പ്രകൃതിയിലെ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നവരാണ്. അവർക്ക് ദേ ക്യാൻ മേക്ക് ദെയർ ഓൺ ഫുഡ്. അവർക്ക് അത് ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടേതായിട്ടുള്ള ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കിട്ടുന്ന റോ മെറ്റീരിയൽസും എനർജിയൊക്കെ വെച്ചിട്ട്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആൽഗെ, പ്ലാന്റ്സ്, ഇതൊക്കെ തന്നെ. പിന്നെ സർട്ടൻ ബാക്ടീരിയ ഉണ്ട്. അവരൊക്കെ തന്നെ ഈ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി ഓട്ടോട്രോപ്സിൽ വരുന്നവരാണ്. അവർ പ്രൊഡ്യൂസേഴ്സാണ്. അവർക്ക് വേണ്ട ഫുഡ് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. നമ്മൾ കൺസ്യൂമേഴ്സ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിനെ, നേരത്തെ പറഞ്ഞ ഓട്ടോട്രോപ്സിനെ കൺസ്യൂം ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്ത് ഒന്നുകിൽ പ്രൊഡ്യൂസേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റുള്ള അതർ കൺസ്യൂമേഴ്സിനെയോ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്പീഷീസിനെ നമ്മൾ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. അതിൽ മനുഷ്യർ വരും, ഡോഗ്സ് ഉണ്ടാവും, ബേർഡ്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ഒക്കെ ഇതെല്ലാം ഹെറ്ററോട്രോപ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പം രണ്ടായിട്ടാണ് നമുക്ക് ഈ ഫുഡ് ചെയിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓട്ടോട്രോപ്സിനും ഹെറ്ററോട്രോപ്സിനും നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നുള്ളതാണ്. എന്താണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം? ലാൻഡ് ഫോംസുമായിട്ട്, അതായത് കരയിൽ കാണുന്നതെല്ലാം, കരയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതിനെല്ലാം നമുക്ക് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയാം. 6 പ്രൈമറി ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ടെൻട്രി, ടൈഗ, ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ് ആൻഡ് ഡെസേർട്ട്. ഇത്രയാണ് ആദ്യം പറഞ്ഞ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ അത് ലാൻഡുമായിട്ട് കണക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കണം. അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടേം. പേരിൽ തന്നെ ഉണ്ട്, ജലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. വിത്ത് ദ ബോഡി ഓഫ് വാട്ടർ എന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അസോസിയേറ്റഡ് വിത്ത് ദ ബോഡി ഓഫ് വാട്ടർ. 2 മെയിൻ ടൈപ്പ് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം ആണുള്ളത്. ഒന്ന് മറൈൻ എക്കോസിസ്റ്റം, ഒന്ന് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം. അപ്പം ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട 2 എക്കോസിസ്റ്റംസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.